കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയുടെ പരാജയത്തിന്റെ പേരിൽ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. എഴുകോൺ, നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് DCCയുടെ നടപടി. വീഴ്ച ഉണ്ടായതിൽ DCC ജനറൽ സെക്രട്ടറിയും ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബ്രിജേഷ് എബ്രഹാമിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഐഷ പോറ്റിയെ അംഗീകരിക്കാൻ ചില കോൺഗ്രസുകാർക്കൊക്കെ വലിയ മടിയുണ്ടായിരുന്നു. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ചില മണ്ഡലം കമ്മിറ്റികൾക്ക് ഉണ്ട് എന്നതിന്റെ പൂർണ്ണമായ ബോധ്യത്തിന്റെ പേരിലാണോ എഴുകോൺ, നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ DCCയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്? മനോജ്. നീലിമ, ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ ചില അതൃപ്തികളുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. ഇതോടുകൂടി തന്നെ കോൺഗ്രസിലെ മണ്ഡലം കമ്മിറ്റികൾക്കുള്ളിൽ, അതായത് ഐഷ പോറ്റിയെ തോൽപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവെന്ന കണ്ടെത്തലിനൊടുവിലാണ് രണ്ട് മണ്ഡലം കമ്മിറ്റികൾ ഇപ്പോൾ DCC പിരിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും DCC ജനറൽ സെക്രട്ടറിയും ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയായ ആളോടുകൂടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കുകയാണ്. എന്തായാലും KN ബാലഗോപാലിനോടാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിച്ച് പരാജയപ്പെട്ടത്. ഈ പരാജയത്തിന് പിന്നിൽ എന്താണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിലുണ്ടായിരുന്നുവെന്ന് DCC മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇതിൽ വിശദീകരണവും അതോടൊപ്പം തന്നെ രണ്ട് കമ്മിറ്റികൾ പൂർണ്ണമായും പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഐഷ പോറ്റി കോൺഗ്രസിലോട്ട് എത്തിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രാദേശികമായി നിലനിന്നിരുന്നു. ഇത് തന്നെയാണ് ഐഷ പോറ്റിയുടെ വോട്ട് കുറയുവാനുള്ള ഒരു സാധ്യത എന്ന കോൺഗ്രസ് ജില്ലാ നേതൃത്വം മനസ്സിലാക്കുകയും തുടർന്ന് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എഴുകോൺ അതോടൊപ്പം തന്നെ നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റികൾക്ക് നേരെയാണ്. ഇതിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രാദേശിക നേതാക്കളോടടക്കം ഇനി മുതൽ മണ്ഡലം കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ജില്ലാ നേതൃത്വം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കോൺഗ്രസിന് മറ്റെല്ലായിടത്തും വലിയ രീതിയിലൊരു വിജയം ഉണ്ടായപ്പോൾ കൊട്ടാരക്കരയിലുണ്ടായ തോൽവിയിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്.